ഞാൻ തുടക്കകാലത്ത് അന്ന് ജർമ്മനി പോകുമ്പോൾ 90s അന്ന് ജർമ്മനി പോകുമ്പോൾ അവിടെ അനേകർക്ക് അത് ജർമ്മൻ ഭാഷ മാത്രമേ അറിയാവുള്ളൂ. ഇവിടുന്ന് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ട് വരെ പോകാൻ 25,000 രൂപ മതി. അവിടെ നിന്ന് പിന്നെ ടാക്സി പോകണമെങ്കിൽ 5,000 രൂപ വേണം. ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകണമെങ്കിൽ ട്രെയിനിന് പോകണമെങ്കിൽ 500 രൂപ മതി. ഒരിക്കലും എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ട്രെയിൻ സ്റ്റേഷനിൽ ചെന്നു. വിചാരിച്ച് ഈ സ്ഥലത്തിന്റെ പേരൊക്കെ പറയും, പ്ലാറ്റ്ഫോം നമ്പറും പറയും. അങ്ങനെയാണല്ലോ ട്രെയിൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ. ഇവര് പ്ലാറ്റ്ഫോം നമ്പർ പറയുന്നത് ജർമ്മൻ ഭാഷയിൽ തന്നെയാണ്. ഞാൻ പലരോട് ചോദിച്ചു, ഇംഗ്ലീഷ് എനിക്ക് അറിയാവുന്ന രീതിയിൽ മുക്കി മൂളിയൊക്കെ ഇംഗ്ലീഷ് ചോദിച്ചു. വലിയ ഫ്ലുവന്റ് അല്ല ഇംഗ്ലീഷില്. ചോദിച്ചാൽ ആർക്കും മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട് എത്രയോ ഭേദം ഇംഗ്ലീഷിന്. അന്നത്തെ കാലത്ത് അനേകർക്ക് ഇംഗ്ലീഷ് വശമില്ല, അറിഞ്ഞുകൂടാ ഇംഗ്ലീഷ്. ഞാൻ ചോദിച്ചു, ഞാൻ നടന്നു വലഞ്ഞതല്ലാതെ ഞാനവിടെ പരാജയപ്പെട്ട് വീണ്ടും ടാക്സി വിളിച്ച് തന്നെ പോകേണ്ടതായിട്ട് വന്നു ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക്. പക്ഷെ പോയ സമയത്ത് ഞാൻ ഒരു കാര്യം ചിന്തിച്ചു, 100 വരെ ഒന്ന് എണ്ണാൻ പഠിക്കുകയാണെങ്കിൽ എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാം. അങ്ങനെ ഞാൻ എണ്ണാൻ പഠിച്ചു. ടാക്സിക്കാരനോട് ചോദിച്ചു, ഇതെന്താണ്? എയിൻസ്. അദ്ദേഹം പറഞ്ഞു, എയിൻസ്, സ്വൈ, ദ്രൈ, ഫിയർ, ഫിൻസ്, കോണ്ടാക്ട്. 100 വരെ എണ്ണാൻ പഠിച്ചു. Ich ടെക്നിക്ക് ഓഫ് കൗഫ്മാൻ. ഞാനൊരു ടെക്നീഷ്യനാണ്, ഞാനൊരു ബിസിനസ്സുകാരനും കൂടെയാണെന്ന് പറയാൻ പഠിച്ചു.